സ്ട്രോങ് റൂം പരിശോധനയ്ക്കായി ഇന്നിപ്പോൾ ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സ്ട്രോങ് റൂം പരിശോധന. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വത്ത് വകകളുടെ കണക്കുകൾ പരിശോധിക്കും. നന്ദുഷയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നന്ദുഷ, ഇനിയിപ്പോൾ ഉള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കുക എന്നതാണ് KT ശങ്കരന്റെ ലക്ഷ്യം. അദ്ദേഹം ഇന്നിപ്പോൾ ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്തെത്തുമ്പോൾ നിലവിലുള്ള സാധനങ്ങളുടെ കണക്കെടുക്കും. അതിനപ്പുറത്തേക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ നന്ദുഷ, അതായത് ഈ വരുന്ന കൊള്ളയുടെ വ്യാപ്തി അറിയുമ്പോൾ അവിടെയുള്ള പല കാര്യങ്ങളും ഇനിയും വ്യാജമാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം പരിശോധനകൾക്ക് കൂടി ജസ്റ്റിസ് KT ശങ്കരൻ മുതിരുമോ? എന്തൊക്കെയാണെന്ന് ശബരിമലയിൽ അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി നടക്കാൻ പോകുന്നത്? ജിൽസി, ഒരു വലിയ കൊള്ളയുടെ സൂചനകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി തന്നെ നേരിട്ട് ഈ കൊള്ള അല്ലെങ്കിൽ എന്തൊക്കെ അഴിമതികളാണ്, എന്തൊക്കെ മൂല്യമേറിയ വസ്തുക്കളാണ് ശബരിമലയിൽ നിന്ന് കാണാതെ പോയത് അല്ലെങ്കിൽ വിറ്റഴിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കാനാണെന്ന് KT ശങ്കരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ശബരിമലയിലേക്ക് എത്തുന്നത്. ശബരിമലയിലെ സ്ട്രോങ് റൂമിലായിരിക്കും പ്രധാനമായും പരിശോധന നടത്തുക. 2017 ശേഷം വഴിപാടായി ശബരിമലയിൽ ലഭിച്ചിട്ടുള്ള സ്വർണവും വെള്ളിയും അടക്കം പരിശോധിക്കുന്നുണ്ട്. ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെ മൂല്യമടക്കം അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അടക്കം പരിശോധിക്കാനുള്ള സാങ്കേതിക സംഘത്തെയും KT ശങ്കരൻ്റെ കൂടെ അനുഗമിക്കുന്നുണ്ട്. ഈ സംഘം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മൂല്യം പരിശോധിക്കും. അതോടൊപ്പം അവ ഒറിജിനലാണോ എന്നുള്ള കാര്യത്തിലും ഉറപ്പുവരുത്തും. 2 ദിവസമായിരിക്കും സന്നിധാനത്ത് KT ശങ്കരൻ്റെ പരിശോധന തുടരുക. ഇപ്പോൾ പമ്പയിലെ ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ ഇന്നലെ രാത്രി തങ്ങിയ ശേഷമാണ് 7 മണിയോടുകൂടി ശബരിമലയിലേക്ക് KT ശങ്കരൻ പുറപ്പെട്ടിട്ടുള്ളത്. ശബരിമലയിലെത്തി 2 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം ആറന്മുളയിലെ സ്ട്രോങ് റൂമിലേക്കായിരിക്കും പോകുന്നത്. 2017 ശേഷം വഴിപാടായി ലഭിച്ച സ്വർണവും വെള്ളിയും സ്ട്രോങ് റൂമിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ധർമ്മം. അതിനുശേഷം ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലും പരിശോധന നടത്താനാണ് അദ്ദേഹത്തിൻ്റെ നീക്കം. ഏതായാലും ദേവസ്വത്തിൻ്റെ പ്രത്യേക ഉദ്യോഗസ്ഥരും അതോടൊപ്പം ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. നമുക്കറിയാം, സ്വർണ്ണപ്പാളി വിഭാഗത്തിൽ പ്രധാനമായ അന്വേഷണം നടത്തുന്നത് തന്നെ ദേവസ്വം വിജിലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ കണക്കെടുപ്പിൻ്റെ ഒരു പ്രാഥമിക വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചു കഴിഞ്ഞാൽ അത് തുടർന്നുള്ള കേസന്വേഷണത്തിൽ വളരെയധികം സഹായകമാകും. അതുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത്. ഏതായാലും കണക്കെടുപ്പ് നടപടികൾ ഏതാണ്ട് 11 മണിയോടുകൂടി ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 9 മണിയോടുകൂടി ജസ്റ്റിസ് സന്നിധാനത്തേക്ക് എത്തും. സന്നിധാനത്തെ സ്ട്രോങ് റൂം പരിശോധന 11 മണിയോടുകൂടി തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം സന്നിധാനത്ത് ദേവസ്വം മഹസറിലുള്ള വസ്തുക്കളൊക്കെ തന്നെ സ്ട്രോങ് റൂമിലുണ്ടോ എന്നുള്ള കാര്യത്തിലും പരിശോധനകൾ നടക്കുന്നുണ്ട്. ദേവസ്വം മഹസറും സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കളും തമ്മിൽ ഒത്തുനോക്കും. ഏതെങ്കിലും വസ്തുക്കൾ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ടോ അതല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരുത്തും. അതോടൊപ്പം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ വഴിപാടായി ലഭിക്കുന്ന സ്വർണം അല്ലെങ്കിൽ വെള്ളി സംഭാവന ലഭിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ ദേവസ്വത്തിൻ്റെ 4-ാം നമ്പർ രജിസ്റ്റർ രേഖപ്പെടുത്തണം എന്നുള്ള നിയമമുണ്ട്. അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ സ്ട്രോങ് റൂം പരിശോധന ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ആ രജിസ്റ്ററും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. നാളെ വൈകുന്നേരത്തോടുകൂടി ജസ്റ്റിസ് മലയിറങ്ങി ആറന്മുളയിലെ സ്ട്രോങ് റൂം പരിശോധനയ്ക്കായി തിങ്കളാഴ്ച ദിവസം മാറ്റിവെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്.